പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം സംഭവിക്കുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. അതായത് നമ്മുടെ വീടിന്റെ ഊർജം നമ്മുടെ ജീവിതത്തിന്റെ പുരോഗതിയെ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ വീടിന്റെ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതഗതിയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒട്ടേറെ സന്ദർഭങ്ങളുമുണ്ട്. നമ്മൾ വാസ്തുവിന്റെ ഗുണങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്. നല്ല വാസ്തു ഗുണമുള്ള ഒരു വീട്ടിലാണെങ്കിൽ ആ വീട്ടിലുള്ള വ്യക്തികൾക്ക് നല്ല ഉയർച്ച കിട്ടും. എന്നാൽ വാസ്തുദോഷം സംഭവിച്ചിട്ട് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വന്നു കൂടുന്നവരുമുണ്ട്. അതുപോലെ ആ വീടിന്റെ ഊർജത്തെ, ആ വീട്ടിന്റെ ജീവനെ സംരക്ഷിക്കുന്ന കുറേയധികം ഘടകങ്ങളുണ്ട്. എന്നാൽ ഈ ജീവന് കേടുവരുത്തുന്ന ചില നെഗറ്റീവ് ഫോഴ്സുകളുടെ സാന്നിധ്യമുണ്ട്. ഊർജമല്ലേ, അപ്പോൾ ഊർജങ്ങൾ പ്രതികൂല ഊർജമാണെങ്കിൽ വീട്ടില് കുറേയധികം ദുർനിമിത്തങ്ങൾ വന്നു കൂടാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ വീട്ടില് ചില ദുർമൂർത്തികളുടെ സ്വാധീനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ വരവ് പോക്ക്, അല്ലെങ്കിൽ വീടിന് കുറുകെ പാസ് ചെയ്ത് പോവുക, വീടിനകത്തുകൂടി സഞ്ചരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളുള്ള ഒരു വീടിനെ നമുക്ക് വ്യക്തമായിട്ട് ചില ലക്ഷണങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും. ആ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമ്മുടെ വീടിന്റെ ഈശ്വരീയ ഗുണം എത്രത്തോളം താണു പോയിട്ടുണ്ട്, നെഗറ്റീവ് ഊർജത്തിന്റെ സ്വാധീനം എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ഇതിന് ചില പ്രതിവിധികളും കൂടി നമ്മൾ ചെയ്ത് ആ വീടിന്റെ ഊർജസ്ഥിതിയെ സുരക്ഷിതമാക്കി നിർത്തേണ്ടതുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മുതൽക്കൂട്ടാകുന്ന ഒന്നായിരിക്കും. കാര്യം ചിലപ്പോൾ നിങ്ങൾ എന്തോ വേറെ ഏതൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞ ചില ലക്ഷണങ്ങൾ ചില ദുർമൂർത്തികളുടെ സ്വാധീനം കൊണ്ടുണ്ടായതാകാൻ സാധ്യതയുണ്ട്. നമുക്കിതിനെ തള്ളിക്കളയാൻ പറ്റുന്നതല്ല. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ആ ലക്ഷണത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒരു വീട്ടില് വിപരീത ഊർജമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൂടെ ഇങ്ങനെ നെഗറ്റീവ് ശക്തി, ദുഷ്ടശക്തികൾ സഞ്ചലനം ചെയ്യുന്നുണ്ടെങ്കിൽ കാണപ്പെടുന്ന ആദ്യത്തെ ഒരു ലക്ഷണം, നമ്മുടെ വീട്ടിൽ ഈ തുളസി ചെടികൾ നിലനിൽക്കില്ല. അത് മുളച്ചു വരുന്ന തുളസി ചെടികൾ എന്തൊക്കെയോ കാരണം കൊണ്ട് നശിച്ചു പോവുക. നമ്മൾ വീണ്ടും കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കുന്നു, വീണ്ടും നശിച്ചു പോകുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് അത് സംഭവിക്കാം. തുളസി ചെടി വേനൽക്കാലത്ത് വെള്ളം കിട്ടാതെയൊക്കെ നശിച്ചു പോകുന്നത് ചിലയിടത്തൊക്കെ ഉണ്ടായി വരാം, നമ്മൾ നന്നായിട്ട് ജലസേചനം നടത്തിയില്ലെങ്കിൽ. എന്നാൽ അതങ്ങനെയൊന്നുമല്ല, വെറുതെ അങ്ങ് തുളസി ചെടികൾ ആ മണ്ണിൽ നിൽക്കുന്നില്ല, നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ദുർമൂർത്തിയുടെ സ്വാധീനം, അല്ലെങ്കിൽ ഒന്നിലധികം ദുർമൂർത്തികളുടെ സ്വാധീനം ഈ വീടിനെ ബാധിച്ചിട്ടുണ്ട് എന്നൊരു സംശയം നമുക്ക് കൊടുക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, കുട്ടികൾ നിരന്തരമായി കരഞ്ഞ് ബഹളം വയ്ക്കുക എന്നുള്ളതാണ്. കുഞ്ഞു കുട്ടികളുള്ള വീട്ടിൽ നമുക്കറിയാം പലതരം നീച കാര്യങ്ങൾ ഇങ്ങനെ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഈ കുട്ടികളുള്ളടുത്ത് ദുഷ്ടശക്തികളുടെ പ്രവാഹം കുറച്ച് കൂടുതലായിരിക്കും. എന്നാൽ നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാനത്താണ് ഉള്ളതെങ്കിൽ കുട്ടികൾ നല്ല ശാന്തമായിട്ട് ഉറങ്ങുന്നതും കളിച്ചിരികളൊക്കെ കാണിക്കുന്നതും കാണാം. കുട്ടികളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും അസ്വസ്ഥതകൾ വരുമ്പോൾ കരയുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ എന്തെങ്കിലും വയറ്റിന് ദഹനക്കേട, എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രതികരണം എന്നുള്ള നിലയിൽ കരയും. അത് 1-2 ദിവസം നമ്മളത് നിരീക്ഷിക്കുമ്പോൾ, ഡോക്ടറെ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ആ കരച്ചിലൊക്കെ മാറി കുട്ടി കളിച്ചിരികളിലേക്ക് മടങ്ങും. എന്നാൽ ഒരു കുട്ടിക്ക് ഡോക്ടറെ കാണിച്ചൊരു പ്രശ്നമില്ല, എല്ലാം ചെക്ക് ചെയ്തു, എന്നിട്ട് ഈ കുട്ടിയുടെ കരച്ചിൽ, പ്രത്യേകിച്ച് സന്ധ്യ കഴിഞ്ഞാൽ ഈ കുട്ടി ഭയങ്കര കരച്ചിലാണ് എന്നുള്ളൊരു അവസ്ഥ ആയിരിക്കണം. പകല് വലിയ പ്രശ്നമില്ല, സന്ധ്യ കഴിഞ്ഞിട്ടാണ് ഈ കരച്ചിൽ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് നിരീക്ഷിക്കണം. ചില നമുക്ക് ദൃഷ്ടിഗോചരമല്ല, നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ചില നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ വീട്ടിനെ ഗ്രസിക്കുന്നുണ്ട് എന്നുള്ള സൂചനയുണ്ട്. പിന്നെ ഈ കുട്ടികളിങ്ങനെ കരയുമ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, കുട്ടിക്ക് കുഴിഞ്ഞിടുക എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട് പണ്ട്. അതായത് കുട്ടിയുടെ ദേഹത്ത് കടുക്, ഉപ്പ്, മുളക് ഇവ വെച്ച് നമ്മൾ മന്ത്രം ജപിച്ച് ഒഴിയുക. ഓം ഭം ഭദ്രകാളിയെ നമഃ എന്നുള്ള മന്ത്രം ജപിച്ച് ഒഴിഞ്ഞ് പുറത്ത് കൊണ്ടുപോയി അതിനെ കത്തിച്ച് കളയുന്ന രീതിയുണ്ട്. ഒരു വട്ടം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ദൃഷ്ടി ഇട്ടിട്ടുള്ളതാണെങ്കിൽ, കണ്ണേർ ഏറ്റിട്ടുള്ളതാണെങ്കിൽ അതങ്ങ് മാറും. പക്ഷെ എന്നിട്ട് ഇതെല്ലാം ചെയ്തിട്ടും ഈ കരച്ചിൽ തുടരുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു ദുഷ്ടശക്തി സാന്നിധ്യം നമുക്ക് ഒന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.
മൂന്നാമത്തെ കാര്യം ദേഹത്ത് വരഞ്ഞ പാടുകൾ എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ നഖം കൊണ്ട് വരഞ്ഞതുപോലുള്ള പാടുണ്ടാവും. ചിലർ രാത്രി സമയത്ത് ഉറക്കത്തിൽ കിടന്ന് ഇങ്ങനെ ചൊറിഞ്ഞിട്ട് ഉണ്ടാകുന്ന പാടുകളാണ്. അതിനെയല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളുടെ കയ്യിൽ നഖം വളർന്നിട്ടൊന്നുമില്ല, നിങ്ങളുടെ സാധാരണ വെട്ടി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന കൈയാണ്. പക്ഷെ നിങ്ങൾക്ക് ദേഹത്ത് ഇങ്ങനെ വരഞ്ഞ പാടുകൾ, സ്ത്രീകളുടെ മാറിടത്ത്, വയറ്റില് ഇങ്ങനെ കാണുന്നു, പുരുഷന്മാരുടെ മുതുകത്ത് ഇങ്ങനെ വരഞ്ഞ പാടുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് പൊതുവിൽ ഇത്തരം ദുഷ്ടശക്തികൾ വരുന്നത്. പണ്ട് കാലത്ത് ഇതിനെ നാട്ടുഭാഷ എച്ചിപ്പിശാജ് എന്നൊക്കെ ഇങ്ങനെ ഇത് വന്ന് വരയും എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള പല പേരുകളിലായിരിക്കും ഓരോ നാട്ടിൽ അറിയപ്പെടുന്നത്. എന്തായാലും അതൊരു പ്രത്യക്ഷ ലക്ഷണമാണ്, അതൊരു സാധ്യതയുമാണ്. ചിലപ്പോൾ എന്തെങ്കിലും വല്ല മുള്ളോ തൊടലിയോ ഒക്കെ കൊണ്ടിട്ട് വരയുന്നതല്ല പറയുന്നത്, നിരന്തരമായിട്ട് ഇത് കാണപ്പെടും. ആഴ്ചയിൽ 1-2 വട്ടമൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പാടുകൾ കാണും. അതൊന്ന് നിരീക്ഷിക്കാവുന്നതാണ്. അടുത്ത കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാൽ പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ചുള്ള വിവരങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട്, റെക്കമെൻഡേഷനായിട്ട് യൂട്യൂബ് നിങ്ങൾക്ക് അയച്ചു തരികയുള്ളൂ. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താമല്ലോ. 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിലെ ചുവരിൽ രക്തക്കറ പോലുള്ള ചില കാര്യങ്ങൾ കാണുക എന്നുള്ളത്. വീടിന്റെ ചുവരിൽ ചിലപ്പോൾ കുട്ടികൾ നെയിൽ പോളിഷ് കൊണ്ടുവന്ന് തേക്കാം, പൊട്ട് കൊണ്ടുവന്ന് തേക്കാം, അങ്ങനെയൊക്കെ ചുവപ്പ് പാടുണ്ട്. ചിലപ്പോൾ ചില ജീവികളെ, കൊതുകിനെ പോലെയൊക്കെയുള്ള നമ്മൾ തല്ലിക്കൊന്നാൽ ചിലപ്പോൾ അവിടെ രക്തക്കറ കാണും. ഇതൊന്നും അല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഇത് രക്തക്കറയാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പാടുകൾ കൂടുതലായി ചുവരുകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുക. ഇത് നമ്മൾ സംശയിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ്. നമ്മുടെ വീട്ടിനെ കുറുകെ ആവാം എന്നുള്ളതാണ്. 5ാമത്തെ കാര്യം രാത്രിയിലെ അസാധാരണമായ ശബ്ദങ്ങൾ എന്നുള്ളതാണ്. നമ്മൾ രാത്രി സമയത്ത് കിടന്നു ഉറങ്ങുമ്പോൾ വീട്ടിനകത്ത് എന്തൊക്കെയോ ശബ്ദങ്ങൾ കൂടുതലായിട്ട് കേൾക്കുന്നു. നമ്മൾ കണ്ണു തുറക്കുന്നു, ചെവി വട്ടം പിടിക്കുന്നു, എന്തോ നമുക്ക് പരിചിതമല്ലാത്ത ശബ്ദങ്ങൾ കൂടുതലായിട്ട് കേൾക്കുന്നു. ഒരു ദിവസം രാത്രിയല്ല, തുടർച്ചയായിട്ട് പലവട്ടം നമുക്കിത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ നമുക്ക് തോന്നും അത് കതകിലാരോ മുട്ടുന്നു, ജനൽപ്പാളി തുറന്നടയുന്നു. അപ്പോൾ നമ്മൾ നോക്കണം, കതകിലാരെങ്കിലും മുട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യം നിരീക്ഷിക്കണം. ജനൽപ്പാളി തുറന്നടയുമ്പോൾ നമ്മൾ തുറന്നിട്ടിട്ട് രാത്രി സമയത്ത് കാറ്റ് വന്നടിച്ചതാണോ എന്നൊക്കെ നോക്കണം. പക്ഷെ ഇതെല്ലാം നോക്കിയിട്ട് അങ്ങനെയൊന്നും പ്രശ്നമില്ലെങ്കിൽ വീണ്ടും നമുക്ക് ഈ ശബ്ദത്തിന്റെ സാന്നിധ്യം കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് ഇതും ഒരു ദുഷ്ടശക്തി പ്രവാഹമായിട്ട് നമുക്ക് ചിലപ്പോൾ കരുതേണ്ടി വരും. 6ാമത്തെ കാര്യം ദൈവിക ചിത്രങ്ങൾ നശിപ്പിക്കപ്പെടുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ വീട്ടിലിരിക്കുന്ന ദൈവങ്ങളുടെ ചിത്രങ്ങൾ കറുത്തു പോവുക, പെട്ടെന്ന് വീണുടഞ്ഞു പോവുക, അങ്ങനെയുള്ള ദൈവിക പ്രതീകങ്ങളായിട്ട് നിൽക്കുന്ന എല്ലാത്തിനും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. അതായത് ആ വീട്ടിൽ ഫുള്ളായിട്ട് നെഗറ്റീവേ ഉള്ളൂ എന്നുള്ള സമയത്ത് ഈശ്വരാധീനം ഒട്ടുമില്ല എന്ന് സൂചന നൽകുമ്പോഴാണ് ഇത്തരം ചിത്രങ്ങൾ നശിച്ചു പോകുക. ചിലർ ഈ യന്ത്രങ്ങളൊക്കെ സുദർശനം, ശ്രീചക്രമൊക്കെ കൊണ്ടുവയ്ക്കും. അങ്ങനെയൊക്കെയുള്ള യന്ത്രം വയ്ക്കുമ്പോൾ ആ യന്ത്രം പൂർണ്ണമായിട്ട് കറുത്തു പോകും. ചിലതായിട്ട് ഇങ്ങനെ ഡീസൽ നിലത്ത് വീഴുമ്പോൾ ചേർമ്പോൾ ഒരു തിളക്കമുള്ള കളർ കാണില്ലേ, മഴവില്ല് പോലെ. അങ്ങനെയൊക്കെ കളറൊക്കെ ഈ യന്ത്രങ്ങളിൽ നമ്മളിങ്ങനെ പൂജാസ്ഥലത്ത് വെക്കുന്ന അതിലൊക്കെ തെളിയുന്നുണ്ട്. കാര്യം അത്രത്തോളം നെഗറ്റീവ് ഉണ്ട്. ഇത് മാക്സിമം വലിച്ചെടുക്കാൻ ശ്രമിച്ചു, എന്നിട്ട് കുറേ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈ യന്ത്രത്തിൻ്റെ ചൈതന്യവും കൂടി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു സൂചനയാണ്. അങ്ങനെയുള്ളിടം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതൊരു കേവല ലക്ഷണമായിട്ട് നോക്കരുത്. കാര്യം ഇത് വളരെ ശ്രദ്ധ വയ്ക്കേണ്ട കാര്യമാണ്. കാലപ്പഴക്കം കൊണ്ട് ഒരു ചിത്രം നശിച്ചു പോയതുകൊണ്ടോ ഏതെങ്കിലും ഒരു ചെറിയ പ്രതിമയായിരുന്നു നമ്മുടെ കയ്യബദ്ധം കൊണ്ട് വീണ് തട്ടി ഉടഞ്ഞു പോയതുകൊണ്ടോ ഒന്നുമല്ല പറയുന്നത്. ഇത് തുടർച്ചയായിട്ടുള്ള സംഭവങ്ങളാവുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. 7ാമത്തെ കാര്യം നായ്ക്കളുടെ ഓരിയിടൽ എന്നുള്ളതാണ്. ഈ നായ്ക്കൾ നീട്ടിക്കോവുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വിഷമാവസ്ഥ, ഒരു സാഡ്നെസ് ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് പ്രതികരിക്കുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ അവിടെ ഒരു വളർത്തു നായ ഉണ്ടെങ്കിൽ അത് ഒറ്റപ്പെട്ട പോയി എന്ന് തോന്നുമ്പോൾ അത് നീട്ടി കരയാറുണ്ട്. എന്നാൽ നമ്മുടെ വീട്ടിൽ നായ്ക്കൾ എന്നും രാത്രി നീട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ചില വീടുകളിൽ അവർ നായ്ക്കളെ വളർത്തിയില്ലെങ്കിൽ മറ്റൊരു നായ വീട്ടിൻ്റെ പരിസരത്ത് വന്നിട്ടൊന്ന് നീട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ഇറങ്ങി നോക്കുമ്പോൾ ആ നായെ കാണാൻ കൂടി ഉണ്ടാവില്ല, ശബ്ദം മാത്രം വായുവിൻ്റെ അവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കാം. ഇതൊരു പ്രത്യക്ഷ ലക്ഷണമാണ്. രാത്രി സമയത്ത് ഇങ്ങനെ നായ്ക്കളുടെ ഓരിയിടൽ വരുന്നത്. ഇത് വീടുമായിട്ട് ബന്ധപ്പെട്ട്
വരവ് പോക്കുകളുടെ ഒരു പ്രത്യക്ഷ ലക്ഷണമായിട്ടാണ് പറയപ്പെടുന്നത്. എട്ടാമത്തെ കാര്യം ദുസ്വപ്നം കാണുക എന്നുള്ളതാണ്. നമ്മൾ നല്ല സ്വപ്നങ്ങളും കാണും, ദുസ്വപ്നം കാണും, അത് സ്വാഭാവികം തന്നെയാണ്. മരിച്ചുപോയവരൊക്കെ സ്വപ്നം കാണും, അതൊക്കെ സ്വാഭാവികം തന്നെയാണ്. പക്ഷേ എന്നും രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ദുസ്വപ്നം കാണുന്നു, അതും നമുക്ക് പരിചിതമല്ലാത്ത ആ ഒരു പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ആള് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തും വന്ന് ചുറ്റുന്നു, നമ്മളെ ഭയപ്പെടുത്തുന്നു എന്ന തരത്തിൽ വീടിനെ സംബന്ധിച്ചുള്ള ചില സ്വപ്നങ്ങൾ നമുക്ക് നിരന്തരമായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് നോട്ട് ചെയ്യണം. നമ്മുടെ വീട്ടിലെ ചില നെഗറ്റീവുകളുടെ ഗ്രസനം നമ്മുടെ ആറാം ഇന്ദ്രിയം നൽകുന്ന സൂചനയായിട്ട് ഇതിനെ നമ്മൾ കാണേണ്ടതുണ്ട്. ഒമ്പതാമത്തെ കാര്യം, വിളക്ക് തെളിയിക്കാനേ കഴിയാതെ പോകുക എന്നുള്ളതാണ്. വീട്ടിൽ നമുക്ക് നിത്യേന നിലവിളക്ക് തെളിയിക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് വിളക്ക് തെളിയിക്കാൻ പറ്റില്ല. ഒരു ദിവസം തെളിയിച്ചാൽ 9 ദിവസം തെളിയിക്കാൻ പറ്റില്ല എന്നൊക്കെ ചിലർ പറയാറുണ്ട്. അതായത് വിളക്ക് തെളിയിക്കുന്നതിൽ നിരന്തരമായിട്ടുള്ള മുടക്കം വരിക, പിന്നെ ചിലപ്പോൾ വിളക്ക് തെളിയിക്കേണ്ടെന്ന് തന്നെ നമുക്ക് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. ഇതൊക്കെ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ വരവ് പോക്കെന്ന് പറയുന്ന തരത്തിൽ ദുഷ്ടശക്തികളുടെ പ്രവാഹം ഉണ്ടാകുന്നതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ ഇത്രയും സൂചനകളിൽ ഒരു 3 സൂചനയെങ്കിലും നിങ്ങളുടെ വീട്ടിൽ തുടർച്ചയായിട്ട് സംഭവിക്കുകയാണെങ്കിൽ നമുക്കൊരു അസ്ട്രോളജറുടെ സേവനം കൊണ്ട് വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവുകളുടെ സാന്നിധ്യമുണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ച് ഒന്ന് ഉറപ്പുവരുത്താം. അദ്ദേഹം പറഞ്ഞുതരും അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരും. ഇനി ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. നമുക്ക് ഈ പൂക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ദശാംഗം എന്ന് പറയുന്ന കാര്യമുണ്ട്. ആ ദശാംഗം മേടിച്ച് എല്ലാ മുറിയിലും ഒന്ന് അതിൻ്റെ പുക കൊടുക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളിയില്ലേ, വെളുത്തുള്ളി നന്നായിട്ട് തല്ലിയെടുത്തിട്ട് അതിൽ തുളസിയിലകളും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഓം ഭം ഭദ്രകാളിയേ നമഃ എന്നുള്ള മന്ത്രം ജപിച്ച് വീട്ടിനകത്തും പുറത്തും ഇങ്ങനെ തളിക്കുക. ഇത് തളിച്ചതിന് ശേഷം നിങ്ങൾക്ക് പിന്നീട് ഈ നമ്മൾ പറഞ്ഞ വിഷയങ്ങൾ മേൽ പറഞ്ഞ ഏതൊക്കെ ലക്ഷണങ്ങളാണ് നിങ്ങൾ കണ്ടത്, ആ ലക്ഷണങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നല്ലത്, അതോടുകൂടി അത് മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളവിടെ ശ്രദ്ധിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ അത് കൃത്യമായിട്ട് ഒരു ആചാര്യൻ്റെ നിർദ്ദേശപ്രകാരം ആ നെഗറ്റീവ് എന്താണ്, ആ വീട്ടിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ചിലയിടത്തൊക്കെ സുദർശന ഹോമം കഴിപ്പിച്ച് ആ നെഗറ്റീവുകളെ മാറ്റേണ്ടി വരും. ചിലയിടത്ത് ഭാനുരക്ഷാക്രിയ ചെയ്യേണ്ടി ആവശ്യം വരും. ചിലയിടത്ത് അങ്ങനെയല്ല, ആ ഭൂമിയിലെ പ്രശ്നങ്ങളാണെങ്കിൽ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട ചില ശുദ്ധിക്രിയകൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ആചാര്യ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കാണേണ്ടി വരും. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഈ പറഞ്ഞ ദശാംഗം പോക്കുകയും വെളുത്തുള്ളി തുളസിയിലിട്ടിട്ടുള്ള ഈ കർമ്മം ചെയ്യുകയും ചെയ്യുന്നത് വളരെ നന്നാണ്. പല വീടുകളുടെ പ്രശ്നങ്ങളും ഇത് നടത്തി കഴിയുമ്പോൾ അങ്ങ് മാറിയിട്ടുണ്ട്. ദശാംഗം മാസത്തെ ഒരിക്കൽ എല്ലാ വീടുകളിലും പുകയ്ക്കുന്നത് നല്ലതായിരിക്കും. ആ നെഗറ്റീവ് അങ്ങ് മാറാനും ആ വീടിൻ്റെ ഓറ ഒന്ന് ക്ലെൻസ് ചെയ്യാനും ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. വൈകുന്നേര സമയത്ത് ചെയ്യുക. ചൊവ്വയോ വെള്ളിയോ ചെയ്യുന്ന ഏറെ ഗുണകരമായിട്ട് കണ്ടിട്ടുണ്ട്. തുടർച്ചയായിട്ട് 21 ദിവസമായിട്ട് ചെയ്യും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആചാര്യൻ്റെ നിർദ്ദേശമാണ് ആ വീട്ടിൻ്റെ ഒരു അവസ്ഥയായിട്ട് ബന്ധപ്പെടുത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ ദുഷ്ടശക്തികളുടെ ആഗമനങ്ങൾ ഉണ്ടാവുന്നതിന് എങ്ങനെ പ്രതിരോധിക്കാം, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ എന്നൊക്കെയുള്ള ബന്ധപ്പെട്ട കാര്യമാണ്. ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.